Hi boys and girls, ladies and gentlemen, welcome back to Shelvines. ഞാനാണ് ഷെൽവിൻ. Let's talk about results. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ്. അയ്യോ, ആ റിസൾട്ട് അല്ല, ഇത് നമ്മുടെ വഴിത്തിരിവിന്റെ റിസൾട്ട്. അടിപൊളി. പോലെ കഴിഞ്ഞ ദിവസം 10ന്റെ +2ന്റെ റിസൾട്ട് വന്നു. ഒരു പരീക്ഷ ആകുമ്പോഴത്തേക്കും ജയിക്കും തോക്കും. ജയിച്ചവർക്കെല്ലാം എൻ്റെ കൺഗ്രാജുലേഷൻസ്. തോറ്റവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ അടുത്ത സ്ഥലം കപ്പ് നിങ്ങളുടെ തന്നെ. റിസൾട്ട് വരുന്നവരെ ചാടിത്തുള്ളി അർമാദിച്ച് നടന്നിട്ട് റിസൾട്ട് വരുന്ന അന്ന് ഒരു പ്രാർത്ഥനയുണ്ട്, സകലമാന ദൈവങ്ങളെ വിളിച്ചുള്ളൊരു പ്രാർത്ഥന. ഗണേശ ശരണം ശരണം ഗണേശ ഏകദന്തനെ ലംബോദരനെ പ്രണവരൂപനെ. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ നെറ്റി ഒന്ന് ചുളുങ്ങുമെങ്കിലും ഈ 10ന്റെ +2ന്റെ സർട്ടിഫിക്കറ്റിൽ എ കണ്ട ഇവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടല്ലേ റിസൾട്ട് അറിയുമ്പോൾ തന്നെ ഇവർ ചോദിച്ചുകൊണ്ട് വരുന്നത്, റിസൾട്ട് വരുമ്പോൾ അപ്പം തന്നെ നോക്കുന്നവർ. ഇതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന്, റിസൾട്ട് വരുമ്പോൾ തന്നെ ഇരുന്ന് നോക്കുന്നവർ. 2, ഈ റിസൾട്ട് വരുമ്പോൾ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് നോക്കുന്നവർ. സൈക്കാണ്ടാ നീയൊക്കെ. 2, ഫ്രണ്ട്സിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നവർ. നിങ്ങൾ ഇതിലേതാ? ഫ്രണ്ട്സിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നവരാണോ, അതോ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് നോക്കുന്നവരാണോ, അതോ ഒറ്റയ്ക്കിരുന്ന് നോക്കുന്നവരാണോ? ഈ ഫ്രണ്ട്സിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നവർ മറ്റേ ആ ഒരു കാറ്റഗറി പെടുന്നവരെ ഏതാന്നല്ലേ? ഈ ഫുഡ് കഴിക്കാൻ പോയാലും അവർ പറയും, എടാ എൻ്റെ പൈസ കൊണ്ടു കൊടുറാ. അസൈൻമെൻറ്റ് വെക്കാൻ പോയാലും അവർ പറയും, എടാ എന്നെ കൊണ്ടു കൊണ്ടുപോക്കടാ. വേറെ എന്തിനൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, ഹായ് ഓൾ, ഇറ്റ്സ് മീ റോക്ക്. റിസൾട്ട് പ്രഖ്യാപനം. പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ റിസൾട്ട് പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആണ്. എന്തിനാണ് ഈ എല്ലാ വർഷവും പരീക്ഷ കഴിയുമ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇത്ര ഹൈപ്പ് കൊടുത്ത് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച് കുറേ എണ്ണം മയക്കും പിടിച്ച് വരുന്ന പോലെ തന്നെ പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പം തൊട്ട് ഇങ്ങനെ കുറേ ചാനലുകാരും മീഡിയക്കാരും ഇങ്ങനെ മയക്കും പിടിച്ചുകൊണ്ട് പോകും. വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് എബോവ് ആവറേജ് അല്ലെങ്കിൽ വൺ ടൈം വാച്ചോളുന്നുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇസ് സോ ബിഗ് ദാറ്റ് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതും കോണ്ടന്റാണ്. എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. റിസൾട്ട് റിയാക്ഷൻ ലൈവോ? ഞാനൊക്കെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഞാൻ യൂട്യൂബിൽ പോലും ലൈവ് വന്നിട്ടില്ല, അപ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് വരും. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മൈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൈ 10th റിസൾട്ട്, മൈ +2 റിസൾട്ട്, എനിക്കും മനസ്സിലാകുന്നില്ല. സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇടുന്നത്, ഫ്ലെക്സ് അടിക്കുന്നത് പിന്നെ പോട്ടെന്ന് നോക്കാം. ഈ റിസൾട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. എൻ്റെ റിസൾട്ട് ചോദിച്ചാലും വരരുത്, ഞാൻ പറയത്തില്ല. ഫ്ലെക്സ് അടിക്കുക. ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ഫുൾ A+ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫുൾ A+ മാത്രം ഫുള്ള് കിട്ടിയാലേ ലൈഫ് സെറ്റ് ആകുന്നൊന്നും വിചാരിക്കരുത്. ഫുൾ A+ കിട്ടിയിട്ട് തേരാപ്പാര നടക്കുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം. എനിക്ക് ഫുൾ A+ ഒന്നും ഇല്ലായിരുന്നു, റിബൽ അല്ലായിരുന്നു. ഫുൾ A+ ഇപ്പോൾ പഠിച്ച് നമുക്ക് ഭയങ്കര ആഗ്രഹിച്ച് അത് മേടിച്ചു കഴിഞ്ഞാൽ നല്ലതൊക്കെ തന്നെ. പക്ഷെ അത് മാത്രം അല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. കോളേജിലൊക്കെ കയറി കഴിയുമ്പം അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കേ കേട്ടുകൾ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആണെന്നും പറയുന്നില്ല. എനിവേ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഷെൽവൈൻസ്. എന്നിട്ട് മറ്റേ മണി ഉണ്ടല്ലോ, മറ്റേ ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ടു ഓൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അന്താ ബീജം പോടാ. 1 2 3 4 5 6 7